കുമാരക്കുറുപ്പിന്റെ വീട്ടിൽ കയറി പാലാച്ചാളാം. പാലിയാച്ചേ എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിട്ടാ ഹൗസ് വാമിംഗ് നടത്തിയാളെ ഈ പണി വണ്ടാനത്തിറങ്ങണ വീട്. ശരി, അവിടെ പാല് വെച്ചോ? യൂട്യൂബ് ചാനൽ റീച്ച് ആകാൻ വേണ്ടി ഞാൻ എന്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വെറുതെ പോയി പാല് കഴിച്ചു. യൂട്യൂബ് ചാനൽ റീൽസ് ഇട്ടോ? യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ ഞാൻ പഴയ സാധനം കിട്ടിട്ട് അങ്ങനെ റീച്ച് ആവുക, നെഗറ്റീവ് കമന്റ് ഇടാന്ന് കൊടുത്ത്. അങ്ങനെ ഈ കുറുപ്പ് സിനിമ ഇറങ്ങിയപ്പോ ഞാൻ സുകുമാരക്കുറുപ്പിന്റെ വീട്ടിൽ പോയി. പാല് കാച്ച് സുകുമാരക്കുറുപ്പിന്റെ വീട്ടിൽ കയറി പാല് കാച്ച് വീഡിയോ ഇട്ട് വൈകുന്നേരം 30,000 വ്യൂസായി. അപ്പൊ എനിക്ക് മനസ്സിലായി ആൾക്കാർക്ക് നെഗറ്റീവ് മതി. അപ്പൊ ഞാൻ കുറുപ്പിന്റെ പുറകെ അങ്ങ് ഇറങ്ങി. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. ഇറങ്ങി അവിടെ ചെന്നപ്പോ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ കുറുപ്പിന്റെ അളിയൻ വന്നു. ഞാൻ ആ രാധാകൃഷ്ണൻ എന്റെ ഒരു വീഡിയോ ഒക്കെ എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. അങ്ങനെ രാധാകൃഷ്ണന്റെ വീഡിയോ എടുത്ത് ഞാൻ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം നോക്കിയപ്പോൾ 8 ലക്ഷം വ്യൂസായി. രാധാകൃഷ്ണൻ കുറുപ്പിന്റെ അളിയൻ. രാധാകൃഷ്ണൻ പറഞ്ഞത് കുറുപ്പ് മരിച്ചിട്ടില്ല മോനെ. ഞാൻ ഈ ഹരിദാസ് സാറിനെയും പിന്നെ ഈ പറഞ്ഞ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉണ്ട് പിന്നെ ഉണ്ണിത്താൻ സാറ്, അവരൊക്കെ വീട്ടിൽ പോയിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ച് ഇതിനെപ്പറ്റി ഞാൻ തമാശ പോലെ നിങ്ങളൊക്കെ ഇന്റർവ്യൂ എടുക്കാനല്ല, ഞാൻ വെറുതെ ഒരു കോമാളിയായ രീതിയിൽ പോയി എടുത്ത് സംഭവം. ഞാൻ ഇറച്ചി ആൽബിനെയും വടിവാൾ പുരുഷനെയും പൊന്നപ്പൻ ഡ്രൈവറിന്റെ കൂട്ടുകാരൻ ഗുണ്ട് ശിവൻ കുറെ സാധനങ്ങൾ ശിവദാസനെ കണ്ടില്ല. ശിവദാസനെ കണ്ടില്ല. ഞാൻ പറഞ്ഞേ ഞാൻ ഒരു ഒറ്റക്കാര്യം പറയാം, സുകുമാരക്കുറുപ്പിന്റെ ഭാര്യന ഓണ പരിശോധനക്ക് വിധേയതയായി. അല്ലാണ്ട് ക്രൈംബ്രാഞ്ച് ഒന്നും അന്വേഷിച്ചാലും നടക്കില്ല. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഇത് നാടകമാണ് ക്രൈംബ്രാഞ്ചുകാരെ കാണിക്കുന്നത്. രക്തമ്മയുടെ പുറകെ എന്തിനാ ക്രൈംബ്രാഞ്ച് ഇപ്പൊ പോണം? പണ്ടത്തെ എങ്ങോ കുറുപ്പിനെ കണ്ട രക്തമ്മയുടെ വീട്ടിൽ രാവിലെയും ഉച്ചക്കയിലും വൈകുന്നേരം ജില്ല രക്തമ്മ സുഖമാണോ ക്രൈംബ്രാഞ്ച് ചോദിക്കണേ? ഇതൊക്കെ വെറും വിഡ്ഢിത്തരമാണ്, ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന അന്വേഷണം. എവിടെ പോണ്? ഈ സുകുമാരക്കുറുപ്പിന്റെ ഭാര്യ സരസമ്മേനെ നോണ പരിശോധന വിധേയമാക്കിയാൽ സുകുമാരക്കുറുപ്പ് എവിടെയുണ്ടെന്ന് പോലീസ് കണ്ടെത്തിട്ട് ഞാൻ കണ്ടെത്താൻ പോയിട്ട് എനിക്ക് ഡൽഹിയിൽ നിന്ന് ഭീഷണി വന്നത്. ഞാൻ ഇതിന്റെ പുറകെ പോയിട്ട് ഡൽഹിയിൽ നിന്നാണ് ഭീഷണി വന്നത്. ഇപ്പോഴും ഭീഷണിയാണ്. എപ്പിസോഡ് ഡിലീറ്റ് ചെയ്യണം, എപ്പിസോഡ് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ കാണും എന്നെ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വിളിച്ചു. നല്ല 5 സ്റ്റാർ ജീവിതം നോക്കി നല്ല വെള്ളമൊക്കെ അടിച്ച് നല്ല ഫ്രീക്കപ്പ് നിങ്ങൾ വിചാരിച്ചു ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, ചാക്കോണി നീതി കിട്ടണം. നമ്മുടെ സുകുമാരക്കുറുപ്പ് സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല, അവൻ ഇവിടുത്തെ കൊലയാളിയാണ്. ഞാൻ കേരള ഞാൻ സ്മിതാഭാവന്റെ അവിടെ ചെന്നപ്പോ ഈ സംഭവം വെച്ചാൽ ഞാൻ അവിടെ നിന്ന് വെറുതെ ഇറങ്ങിയപ്പോ എന്നെ വളഞ്ഞവിടെ ഗുണ്ടാ സംഘങ്ങൾ മനസ്സിലായി. എന്നിട്ട് അടി കിട്ടാൻ പോയി, ഞാൻ വേറെ വഴി വിട്ടളഞ്ഞു. പോലീസ് അന്വേഷിക്കണത് കേരള പോലീസുകാർ പിന്നെ എന്തിനാ കണക്കാക്കിയിട്ട്? അല്ലെങ്കിൽ ഞാൻ അന്വേഷിക്കാം. എനിക്ക് രമേശ് ചെന്നിത്തല ഓർഡർ തന്നെ, എനിക്ക് അതിനുള്ള സോഴ്സ് ഇല്ല. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന കുറിപ്പിനെ ഞാൻ പിടിച്ചതാന്ന്. പ്രോസിക്യൂട്ടർ അദ്ദേഹം പറഞ്ഞു മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്, പിടിക്കണം. ഞാൻ വെച്ചാൽ എന്താ പിടിക്കാതെന്ന് വെച്ചാൽ ഇവിടുത്തെ പോലീസുകാർക്കുള്ള കഴിവിലെന്തോ. അയ്യോ